അപ്പോൾ ബലം എങ്ങനെയുള്ളതായിരിക്കണം? ബലം യഥാർത്ഥമായ ബലമാകണമെങ്കിൽ അത് കാമരാഗ വിവർജിതമായിരിക്കണം. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം. ഇപ്പോൾ കാമവും രാഗവും ഇല്ലാത്ത ബലം മാത്രമേ ശുദ്ധമായ ബലമായി, ധാർമ്മികമായ ബലമായി അംഗീകരിക്കുകയുള്ളൂ എന്നാണ് ഗ്രന്ഥത്തിൻ്റെ ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്നത്. ഗ്രന്ഥത്തിൻ്റെ നെറ്റിക്ക് അങ്ങനെ ഒരു പൊട്ടുകുത്തിയിട്ടുണ്ട് വ്യാസൻ അദ്ദേഹത്തിൻ്റെ ദർശനം കൊണ്ട്. മഹാഭാരതം എന്ന് പറയുന്ന 1,25,000-ഓളം ശ്ലോകങ്ങളുള്ള അതിബൃഹത്തായ ഗ്രന്ഥത്തിൻ്റെ നെറ്റിക്ക് എഴുതി വച്ചിരിക്കുന്നത് ഈ ശ്ലോകമാണ്. ബലം ബലവതാം ചാഹം. ബലവാന്മാരായ ബലവാന്മാരിലൊക്കെ ബലമായിട്ട് വർത്തിക്കുന്നത് അത് യഥാർത്ഥമായ ബലമാകണമെങ്കിൽ എന്ത് വേണം? അത് കാമരാഗ വിവർജിതം. കാമത്തിൽ നിന്നും രാഗത്തിൽ നിന്നും മുക്തമായിരിക്കണം. ഇവിടെ താൻ തോറ്റുകഴിഞ്ഞ് പുനർദ്യൂതത്തിലും ദ്യൂതത്തിലും തോറ്റുകഴിഞ്ഞ് തനിക്ക് കൈവിട്ടുപോയ തൻ്റെ പ്രതിജ്ഞ മുഖാന്തരം കൈവിട്ടുപോയ നിബന്ധന മുഖാന്തരം കൈവിട്ടുപോയ രാജ്യത്തെ സൈനിക ബലം പ്രയോഗിച്ചും ധനത്തിൻ്റെ ബലം പ്രയോഗിച്ചും മറ്റ് തരത്തിലുള്ള ബാഹ്യമായ ബലങ്ങളെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം പിടിച്ചെടുത്താൽ അതെങ്ങനെയുള്ള ബലപ്രയോഗമായിരിക്കും? അത് അധമമായ ബലപ്രയോഗമായിരിക്കും. എന്തിൻ്റെ ദൃഷ്ടിയിൽ? വ്യാസൻ്റെ തന്നെ ദർശനമായ ഭഗവത്ഗീതയുടെ ദർശനത്തിൻ്റെ ദൃഷ്ടിയിൽ. ഇപ്പോൾ മാരാരുടെ അഭിപ്രായം ഇവിടെ പോയി. മാരാരുടെ ആരാധകന്മാർക്ക് എന്ത് നിൽക്കക്കള്ളിയാണുള്ളത്? അവിടെ പക്ഷെ രാജ്യ താല്പര്യത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും ഒരു പ്രശ്നം ഉദിക്കുന്നില്ലേ? ഇല്ല. എന്ത് ജനക്ഷേമം? ജനക്ഷേമത്തിൻ്റെ എന്ത് പ്രശ്നം? രാജ്യത്തെയും ജനങ്ങളെയും അധാർമിക ശക്തികൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ക്ഷത്രിയനായ ധർമ്മപുത്രരും സഹോദരന്മാരും കാട്ടിലേക്ക് യാത്രയാവുന്നു. സത്യം എന്നേക്കുള്ളതാണ്. ഒരിക്കലും ആരും സത്യം ലംഘിക്കരുത്. ഇവിടെ ഒരു സത്യം ചെയ്തു. രാജ്യത്തിൽ ജനങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകും എന്നതിൻ്റെ പേരിൽ അത് ലംഘിച്ചാൽ പിന്നീടുള്ളവർക്കൊക്കെ എപ്പോഴും സ്വാർത്ഥന്മാർക്കൊക്കെ അയ്യോ ജനങ്ങൾക്ക് കഷ്ടപ്പാട് വരും, അതുകൊണ്ട് ഞാൻ രാജ്യം ഉപേക്ഷിക്കില്ല എന്ന് പറയാൻ അതൊരു മാർഗദർശകമായി കൃത്യമായിട്ട് വരും. അങ്ങനെയല്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ തെറ്റ് ചെയ്തേച്ചും എന്നെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾക്കറിയാം. സഹിക്കരുതാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ നേതാക്കന്മാർ എന്താ പറയുന്നത്? അത് എന്നെ ജനങ്ങൾക്കറിയാം, ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അതിലൊരാളായിട്ട് മാനവ ധർമ്മപുത്രർ. എന്ത് തരത്തിലുള്ള അഴിമതി ആരോപണം വന്നാലും ഞാനങ്ങനെ ചെയ്യില്ലെന്ന് ജനങ്ങൾക്കറിയാം. എൻ്റെ ജീവിതം തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാശ് മേടിച്ച് സ്വിസ് ബാങ്കിൽ കൊണ്ട് ഇട്ടിരിക്കുകയായിരിക്കുമേ കമ്മീഷനെ. മഹാഭാരതത്തിലെ നായകൻ അല്ലെങ്കിൽ തിളങ്ങുന്ന കഥാപാത്രമായ ശ്രീകൃഷ്ണൻ യുദ്ധവേളയിൽ സത്യം ലംഘിക്കുന്നു. ആയുധം എടുക്കില്ല എന്നുള്ള ലംഘിച്ചില്ല. ആയുധം എടുക്കില്ലെന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്കുള്ളൊരു ഉപാധിയാണ്. ആയുധം എടുത്തില്ല. അപ്പോഴും ഇവനെ ചൊടിപ്പിക്കാനാണ്. അർജുനൻ മണ്ണുണ്ണിയെ പോലെ നിൽക്കുകയാണേ. ഒറ്റയ്ക്ക് ഇവരെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുന്ന ആൾ വെറുതെ മണ്ണുണ്ണിയെ പോലെ നിന്നുകൊണ്ട് ലഘുയുദ്ധം ചെയ്യുന്നു. അവനെ ചൊടിപ്പിക്കാൻ ചെയ്തതാണതല്ല. അല്ലാണ്ട് അർജുനൻ അദ്ദേഹത്തിൻ്റെ കൈക്ക് കയറി പിടിച്ചു ഭീഷ്മനെ എടുക്കാറായപ്പോൾ തൂങ്ങിക്കിടന്നു കയ്യിൽ അർജുനൻ. ഇത്ര ബലശാലിയായ അർജുനൻ വെറുതെ കയ്യെ തൂങ്ങിക്കിടന്നു. അവനെ വിളിച്ചുകൊണ്ട് 10 അടി മുന്നോട്ട് പോയി. യുദ്ധത്തിൽ പങ്കെടുക്കാനല്ല. ഈ ചെല്ലുന്ന ആളിൻ്റെ ആയുധമൊന്നുമില്ലെന്നേ, ചാട്ട മാത്രമേ ഉള്ളൂ. ലോകത്തിൽ അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല. യുദ്ധത്തിൽ ഒരുത്തൻ പറയുകയാണ്, യുദ്ധത്തിൽ രണ്ടു പക്ഷത്തു നിന്നും അന്ന് സുവിജ്ഞാതമായിരുന്ന എല്ലാ മാരകായുധങ്ങളുടെയും സജ്ജീകരണമുള്ള 2 സേനകളുടെ കൂട്ടത്തിൽ തമ്മിൽ കൊല്ലാൻ നിൽക്കുന്ന ജിഘാംസുക്കളായ സേനകളുടെ കൂട്ടത്തിൽ വെറുതെ ആയുധമെടുക്കാതെ നിന്നോളാം എന്ന് ആരെങ്കിലും പറയുമോ? ബോധമുള്ളവരാരെങ്കിലും? നിങ്ങൾക്ക് പ്രാന്തനായിരിക്കണം. കൃഷ്ണൻ പ്രാന്തനാണെന്ന് വ്യാസൻ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ? എങ്ങനെ ആയുധം എടുക്കില്ല എന്ന് കൃഷ്ണൻ? ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആയുധം എടുത്തില്ലല്ലോ. എന്താ ആയുധം ഇരിക്കുന്നൊന്നുമില്ല. ചാട്ട ആയുധമല്ല. ചാട്ട കുതിരയെ നിയന്ത്രിക്കാനാണ്. ചാട്ടയും കടിഞ്ഞാനും മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ലംഘിച്ചില്ലല്ലോ. യുദ്ധത്തിൽ പങ്കെടുത്തില്ല. വടിയെടുത്ത് ഓങ്ങി
സാങ്കേതികമായി നമുക്കത് ആയുധമെടുത്തില്ല എന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആയുധമേന്താനും യുദ്ധം ചെയ്യാനും ദാർശനികമായിട്ടോ ആയുധമെടുത്തില്ല. അർജുനൻ ഈ ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടുവെങ്കിലും അർജുനൻ ഒരു ഭാരതീയനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴും ഭാരതീയർക്കുള്ള പ്രത്യേകത എന്താണ്? സംശയം ഒഴിഞ്ഞിട്ട് നേരമില്ല. പാകിസ്ഥാനോട് അങ്ങനെ പറയാമോ? ഇറാനോട് അങ്ങനെ പറയാമോ? ആസ്ട്രേലിയയോട് ഇങ്ങനെ പറയാമോ? ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരുടെയൊക്കെ പ്രശ്നമേ. ഈ പ്രശ്നമൊന്നും മാവോസേതു ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? അമേരിക്കയുടെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം ലോക കമ്മ്യൂണിസമാണല്ലോ. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്തിന് മാത്രമുള്ളതല്ലോ, അത് സാർവലൗകികമായ ഗൗരവമുള്ള ഒരു ചിന്താവിഷയമാണല്ലോ. സ്റ്റാലിനോട് പോയി പണി നോക്കെന്ന് പറഞ്ഞു. മാവോസേ ദോങ് എന്താ അങ്ങനെ പറഞ്ഞത്? സഖാവേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കായിരുന്നില്ലേ? അപ്പോൾ അയാളുടെ ലക്ഷ്യം വേറെയാണെന്ന് മാവോസേ ദോങ്ങിന് മനസ്സിലായി. ദോങ്ങായാലും തൂങ്ങായാലും. മാവോസേ തൂങ്ങെന്നും പറയും, മാവോസേ ദോങ്ങെന്നും പറയും. തൂങ് ദോങ് എന്ന് വേണമെങ്കിൽ ചേർത്ത് പറയാൻ നോക്ക്. എന്തായാലും ആ പരിപാടി അദ്ദേഹം നിർത്തിക്കളഞ്ഞു. അത് സംശയമൊന്നുമില്ല കാര്യത്തിലേ. ചൈനയുടെ അഭിവൃദ്ധിക്ക് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ മാവോസേ ദോങ്ങിന് ഒരു സംശയവുമില്ല, വേറെ അഭിപ്രായങ്ങളോട്ട് സ്വീകരിക്കുമില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റോടെ പോയി. സാർവലൗകികമാണല്ലോ. സാർവലൗകികം മാത്രമല്ല, ആ ഭൂമിക്ക് പുറത്ത് ചൊവ്വയിലും അത് ബാധകമാണ്, വ്യാഴത്തിലും അത് ബാധകമാണ്, സർവ്വസൗരയൂഥങ്ങളിലും പിന്നെ മിൽക്കി വേയിലും അത് ബാധകമാണ്, അഖില ബ്രഹ്മാണ്ഡങ്ങളിലും അത് ബാധകമാണ്. അങ്ങനെ ഒരു ചിന്ത ലോകത്തിൽ അത് മാത്രമല്ലേ ഉള്ളൂ. ഒരാഗ്രഹക്കാരും ചിന്തയുണ്ടോ ലോകത്ത്? അത്ഭുതകരമായ ചിന്ത. മിണ്ടിയ അവിടെ നടപ്പാകും. അതാണ് ചിന്തയുടെ പ്രത്യേകത. വാക്ക് പറഞ്ഞു, ആ വാക്ക് പാലിച്ചു. എന്താ വാക്ക് ലംഘിച്ചത് കൃഷ്ണൻ? പ്രതിജ്ഞ ലംഘിച്ചില്ലല്ലോ. കൃഷ്ണൻ പ്രതിജ്ഞയൊന്നും ചെയ്തില്ല, വാക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ വാക്ക് പറഞ്ഞാൽ അത് പ്രതിജ്ഞയ്ക്ക് തുല്യമാണ്. അദ്ദേഹം ഇവിടെ ലംഘിച്ചു. ഭീഷ്മരുടെ നേരെ ഓടിച്ചെന്നു. ഇയാൾ ഈ ഭഗവത്ഗീത ഉപദേശിച്ച് കേട്ടിട്ടും അയാൾക്ക് സംശയം ഒഴിയുന്നില്ല അർജുനന്. ഇടയ്ക്ക് പിന്നെയും ചോദിക്കും കൃഷ്ണനോട്. അപ്പോൾ അയാളെ ചൊടിപ്പിക്കാനാണ്. ഭഗവാന്റെ എന്നെ കൊണ്ട് വാക്ക് ലംഘിക്കരുത് എന്നുള്ളൊരു വാശിയെങ്കിലും ഇയാൾക്ക് വരുമല്ലോ. അപ്പോൾ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മകനെ അകൃത്യം ചെയ്യുന്ന മകൻ്റെ നേരെ അടിക്കാൻ വടി ഓങ്ങുന്നത് പോലെയാണ്. വടി ഓങ്ങിയല്ലോ എന്ന് പറഞ്ഞാലോ? വടി ഓങ്ങി തല്ലിയില്ല. തല്ലാനല്ല വടി ഓങ്ങിയത്, അവനെ പഠിപ്പിക്കാൻ. കൊച്ചിനെ കൊണ്ട് വായിപ്പിക്കാനാണ് വടി ഓങ്ങിയത്. അല്ലെങ്കിൽ അവനെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കാനാണ്. എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് കൊഞ്ചി പറഞ്ഞു, കുഴഞ്ഞു പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ മരുന്ന് കുടിക്കില്ലെങ്കിൽ അപ്പോൾ ഒരു വടിയെടുക്കും, പേടിപ്പിക്കും. അടിക്കില്ല, ചിലപ്പോൾ അടി കൊടുത്തു എന്ന് വരും. ഭീഷ്മരുടെ കാര്യത്തിന് കയറി പിടിച്ചു എന്നിരിക്കും ചിലപ്പോൾ. ഒന്ന്, പിന്നെ വാക്ക് പറയാനും വാക്ക് ലംഘിക്കാനും അധികാരമുള്ള ആളാണ് കൃഷ്ണൻ. എന്താണ്? അതീത പുരുഷനാണ്. നിങ്ങളുടെ ലോകത്തിലല്ല ഭഗവാൻ ജീവിക്കുന്നത്. അപ്പൊ ഈ കൃഷ്ണന്റെ പോലുള്ള വ്യക്തികളുടെ പ്രവൃത്തികൾ ഈ ധർമാധർമ്മങ്ങളുടെ ചട്ടക്കൂടിൽ മാതൃകയാക്കാൻ സാധിക്കില്ല. മാതൃകയാക്കാവുന്നത് ധർമ്മോത്തരയാണ്. കൃഷ്ണനെ മാതൃകയാക്കാൻ നോക്കില്ല. ഭൂമിയിൽ കാലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ലോകങ്ങളുടെയും മുകളിലാണ് തല നിൽക്കുന്നത്. ധർമാധർമ്മങ്ങൾക്ക് അതീതനായി നിൽക്കുന്നത്. ധർമാധർമ്മങ്ങളുടെ കെട്ടുകളൊന്നുമില്ല. തൻ്റെ കയ്യിലും കാലിലും ധർമാധർമ്മങ്ങളുടെ കെട്ടുകളില്ല. ധർമാധർമ്മങ്ങൾക്ക് അതീതനായ ഒരു വ്യക്തി ഉണ്ടായാൽ ആ വ്യക്തി എങ്ങനെ ജീവിക്കും എന്നാണ് ചിന്തിക്കുന്ന വ്യാസൻ. അതുകൊണ്ട് അത് മാതൃകയാക്കരുത്, അത് ദൃഷ്ടാന്തമാക്കരുത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ ദൃഷ്ടാന്തമാക്കരുത്. വിശ്വരൂപം കാണിച്ചു അദ്ദേഹം. നമുക്ക് വിശ്വരൂപം കാണിക്കാൻ ഒക്കുമോ? കാണിക്കാൻ ഒക്കില്ല. അപ്പോൾ ധർമ്മോത്തർക്ക് അത് മോഹിക്കാൻ പറ്റുമോ? മോഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ധർമ്മോത്തർക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ കൃഷ്ണൻ ചെയ്തു എന്നിരിക്കും, ചെയ്യും. അത് ലോകത്തിനുള്ള ഉപദേശമല്ല. അത് ലോകത്തിനുള്ള ഉപദേശം ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സുഖമുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അവിടെ ലംഘനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അത് അർജുനനെ ചൊടിപ്പിക്കാനുള്ള ഒരു ഞൊടുക്ക് വിദ്യയായിരുന്നു. അയാൾ ചൊടിക്കുകയും ചെയ്തു. ഇത് 2 പ്രാവശ്യമായപ്പോൾ. അങ്ങനെയാണ് ഭീഷ്മരെ കൊല്ലാൻ അയാൾ മനസ്സുകൊണ്ട് ഉറയ്ക്കുന്നത്. ഭഗവത്ഗീത ഉപദേശിച്ചതുകൊണ്ട് മാത്രം അയാൾക്ക് കൊല്ലണമെന്ന് തോന്നിയില്ല. പിന്നെയും അയാളുടെ ഉഴപ്പൻ യുദ്ധമായിരുന്നു. അതിന് വാക്ക് പറഞ്ഞിരിക്കുന്നത് മൃദുയുദ്ധമെന്നാണ്.
ഒരു കളിയുദ്ധം ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു. ഇങ്ങോട്ട് വരുന്നതിനൊക്കെ തടുത്ത് നിൽക്കുക എന്നുള്ളതല്ലാതെ ആക്രമിച്ച് മുന്നേറിയില്ല. ഇയാളെ ആക്രമിച്ച് മുന്നേറ്റാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രമായിരുന്നു എന്ത്? അത് ധാർമ്മികമായ തന്ത്രവുമാണ്. അതിന് ധർമ്മശാസ്ത്രങ്ങളുടെ അനുവാദവുമുണ്ട്. 2 പ്രാവശ്യം ഭീഷ്മൻ്റെ നേരെ ചാടിക്കൊണ്ട് ചെന്നു. ഭീഷ്മരെ പരമാവധി അധിക്ഷേപിക്കുകയും ചെയ്തു.